ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി വ്ളോഗായിട്ടാണ് ഗൈസ്. മിനി എന്ന് വെച്ചാൽ അത്ര മിനി അല്ല, എന്നാലും ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. അപ്പം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് സിത്താരൻ്റെ വീട്ടിൽ പോകുന്നതും അവളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുന്നതൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നൊരാൾ വരില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ അതാരാന്ന് നിങ്ങൾക്കറിയണ്ടേ? അതാരാന്നറിയാൻ നിങ്ങൾ വ്ളോഗ് ഫുള്ളിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സിത്താരേൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പയാണ് എന്നെ കൊണ്ടുവിടുന്നത്. നമ്മളിപ്പോൾ തന്നെ സിത്താരേൻ്റെ വീട്ടിലെത്തും ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിത്താരേൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സിത്താരേൻ്റെ വീട്ടിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ എനിക്കൊരു ഗ്ലാസ് പായസമൊക്കെ കുടിക്കാൻ തന്നു. പിന്നെ ഞാൻ അതും കുടിച്ച് അവളോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഉപ്പയും ഉമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്കൊന്ന് നടക്കാൻ പോകാമെന്ന്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ വിചാരിക്കാത്ത ഒരു അതിഥി വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളി വന്നത്. അപ്പം നമുക്ക് ആ അതിഥീനെ പോയി കൂട്ടിക്കൊണ്ട് വരാം ഗൈസ്. ഞങ്ങൾ കുറേ വിളിച്ചതാണ് വരാൻ പറഞ്ഞ്, പക്ഷേ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു. ബട്ട് ലാസ്റ്റ് വിളിച്ചപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വന്നിട്ടുണ്ട്, നമുക്ക് പോയി കൂട്ടിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ് പ്രതീക്ഷിക്കാത്ത അതിഥി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ബിരിയാണി ആയിരുന്നു ഗൈസ് ഫുഡ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പോൾ സിത്താര പിന്നെ ഒരു ഗ്ലാസ് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു സംഭവം ഉണ്ടായി ഗൈസ്. ഞങ്ങൾ നടന്നു പോയ വഴിക്ക് എൻ്റെ ലിപ്സ്റ്റിക്ക് എവിടെയോ ചാടിപ്പോയി. എന്തില്ലാട്ടെ, ലിപ്സ്റ്റിക്ക് പോയ സങ്കടം നമുക്ക് പായസം കുടിച്ച് തീർക്കാം. നല്ല അടിപൊളി പായസമാണ് ഗൈസ്. അത് മാത്രമല്ല, എൻ്റെ ഫേവറേറ്റ് പായസമാണ് സേമിയ പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര കിട്ടിയാലും കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പായസം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പായസം കുടിച്ച് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐറിസിന് പോകാൻ സമയമായെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം ഞങ്ങൾ അവളെ കൊണ്ടുവിടാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് നടക്കാൻ എന്താ പറയുക, ഒറ്റയ്ക്ക് നടക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാൾക്കാർ ഇടത് വലതുമായി ഇനിയാണ് കേസ് ട്വിസ്റ്റ്. ഞങ്ങൾ അവളെ അവിടെ വരെ കൊണ്ടുവിട്ടെങ്കിലും ബസ് പോയി. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് രണ്ടാമത്തെ വട്ടമാണ് അവളെ പറഞ്ഞു വിടുന്നത്. ഇപ്പോഴെങ്കിലും ബസ് കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. നടന്നോട്, ബസ് കിട്ടൂല. അങ്ങനെ അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഗെയിംസൊക്കെ കളിക്കാമെന്ന്. അപ്പം ഞങ്ങൾ ക്യാരംസ് കളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര കോമ്പറ്റീഷനാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് കളിച്ച് പ്രാക്ടീസ് ഉണ്ട്. അവൾ ആദ്യമായിട്ട് കളിക്കുന്നതാണ്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ആര് ജയിക്കുമെന്ന് നിങ്ങൾ കണ്ടു നോക്ക്. റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. സിത്താര തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കമോൺ, അതെൻ്റെ വഴിയാ. അയ്യോ, എന്തായാലും നടക്കുമോ? എന്തായാലും ഇതിൻ്റെ സമയം തീർന്നു. എനിക്ക് പറ്റില്ല.
നമ്മളിപ്പോൾ 150 പഠിക്കും. കുമ്പത്തോണ്ട് വെച്ച് തന്നിട്ടുണ്ട്, അതെങ്കിലും ഒന്നില്ലേ? ഇത്തിരി പവറിലൊക്കെ വിടണം. ഞാൻ തൊടുന്നില്ല. അമ്മോ, ഞാൻ തൊട്ടിട്ട് നീ എടുക്കാതിരിക്കണ്ട. അല്ല, നീ എടുത്ത് എനിക്ക് കിട്ടുമെന്ന് തോന്നി. വേണ്ട, ഞാൻ തൊടുന്നില്ല. അത് അവിടെ കൊണ്ട് വെച്ചോരിട്ടു. ജ്യൂസ് ഫൗളാട്ടോ. അവര് പറഞ്ഞില്ല ഫൗളാണ്. ഫൗളാണ് അവര് പറയും. നിനക്ക് മാത്രം കിട്ടാത്ത രീതി കൊണ്ടേക്കുക. അത് ശരി, എനിക്ക് അടിച്ചുകൂടെ? എന്റെ ഫിംഗർ പ്രിന്റ് പുതിയ മനസ്സിലായി. ഫിംഗർ പ്രിന്റ് പുതിയതായതുകൊണ്ട് വരക്കാവുന്ന. വെല്ലമൊക്കെ ഇട് സിത്താര. ഇത് എന്തുവാ ഇത്? ഞാൻ ഒന്ന് പോയ അന്നി പഠിച്ചാൽ മുന്നേ അടുത്ത് പിടിക്കാതെ എനിക്ക് വിട്ടു തരുന്നതാണ് സിത്താര. ഇത്രയും സ്നേഹസമ്പന്നിയായ ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? പറ്റത്തില്ല. അതാണ് സിത്താര. ആണല്ലോ, പക്ഷെ ഒരു സ്ഥലത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അതേത് കളിക്കുക. ഞാൻ അതെ, ഞാൻ പറയുന്നില്ല. അങ്ങനെ ക്യാരംസ് ശരിയാകാത്തതുകൊണ്ട് സിത്താര പറഞ്ഞു എന്നാൽ നമുക്ക് അടുത്ത ഗെയിം കളിക്കാം. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട് നിഞ്ച എടുത്ത് ഗെയ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ അവളെ ജയിക്കുന്നത് നോക്കാം. ബോംബെ തുടരും. അതുപോലെ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഫ്രൂട്ട്സ് മിസ്സാവാൻ പാടില്ല. നമ്മൾ തന്നെയാണ് ലീഡിങ്. ഗെയിം കളിക്കല്ലേ സിത്താര പഠിക്കുകയാണ്. എനിക്ക് ഇവിടെ നല്ല മാർക്കാ. സിത്താര രണ്ട് കളിക്കില്ല. മതിട്ടോ, നിർത്തിക്കോ. പോയില്ലേ? സമാധാനായില്ലേ? ഒന്നിനെ പോയില്ലേ? പോയില്ലേ? പോയി. പ്രോമോഡാക്കി എല്ലാം പഠിച്ചത് ബുദ്ധി അങ്ങനെയാണ്. ഓർക്കാൻ പുറത്താണ് നിൽക്കും. എനിക്ക് ഉറപ്പാ. എനിക്കിട്ട് പണി എപ്പോഴും ശ്രദ്ധിച്ചാണ് ഈ അങ്ങനെ അതും ശരിയാവാത്തതുകൊണ്ട് അവസാനം സിത്താര അവളുടെ വജ്രായുധമായിട്ടുള്ള ഗെയിം എടുത്ത് ഗെയ്സ്. ലുഡോ. ലുഡോയിൽ ഞങ്ങൾക്ക് 2 പേർക്കും കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കട്ട കോമ്പറ്റീഷനാണ്. ആര് ജയിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല.
ഇങ്ങനെ വെട്ടാനാ എനിക്ക് തോന്നില്ല, നമുക്ക് എന്നെ വെട്ടാനായിരിക്കും ആറ്. Thank you so much. Thanks a lot. പകരം അത് വീട്ടാനുള്ളതാണ്. ഇതെന്റെ വിജയം. നീ ഒന്ന് വിടുവോ? ഇപ്പൊ വരും കേസ് എന്നെ ഓടിച്ചിട്ട് വെട്ടാൻ സമ്മതിക്കില്ലേ? പാവത്തിക്കായ നടക്കട അഭിമാന പ്രശ്നമാണ്. ഓനോ കുറെ ആറ് കിട്ടുന്നില്ലേ? എനിക്ക് ഇത്ര ആറിന്റെ ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ ഇത് ചെയ്തിരുന്നു. ഞാൻ കളിക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ പറയും സന്തോഷമായല്ലോ? സന്തോഷമായല്ലോ? ആ നീ സന്തോഷപ്പെടണ്ട. പോണം രണ്ടാമത്തെ കയറ്റം പോണേ. എന്നിട്ട് എന്നെ ഉദാഹരണ അടുത്തല്ലേ ഉള്ളൂ. നീ ഇല്ലേ അടുത്ത്? ഞാൻ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ എന്ത് കൊടുക്കാം? അല്ലെങ്കിൽ സന്തോഷപ്രകടനം നിങ്ങൾ കാണുന്നുണ്ട്. കാണുന്നുണ്ട് ഇപ്പൊ എല്ലാത്തിനും കിട്ടും. ഞാൻ മൂന്നാമത്തിന് കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂലേ? ഇത് എന്നെ വെട്ടാൻ വേണ്ടിട്ട് പുറകെ ഞാൻ വെട്ടാൻ വേണ്ടി നിന്നുവായിരുന്നു. ഞാൻ ഓരോരുത്തരെ കേട്ടാൽ നമ്മൾ ഗ്രേസിനെ വെട്ടിക്കൊണ്ടേ നടക്കാൻ പോകുന്നു. രണ്ടാമത്തിന് കയറ്റേ രണ്ടെണ്ണത്തിന് എനിക്കിത് രണ്ട് കിട്ടണ്ടേ? നല്ല മൂന്നെണ്ണത്തിന് കയറുള്ളൂ. വേറില്ലോ പിന്നെ രണ്ടെണ്ണത്തിന് ഒരുമിച്ചോട്ടെ ഇപ്പൊ കയറ്റി വന്നിട്ടാ. അതെങ്കിൽ കൊണ്ടുപോകണ്ടേ? നീ അവിടെ ഒന്നും എനിക്ക് ഒന്നും കയറ്റാൻ തരുള്ളൂ. ഞാൻ കയറ്റിയില്ലേ? എടി എനിക്ക് ഒന്ന് കിട്ടണം. എനിക്ക് കയറ്റണമെങ്കിൽ ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. അതറിയോ? ഓ കിട്ടത്തില്ല. ഞാൻ അടുത്തുന്നതിന് മുന്നേ എനിക്ക് കിട്ടും. കണ്ടോ? ഇനി അവിടെ ഞാൻ ഒന്ന് തെറ്റിദ്ധാര കളിക്കും. ഇനി അവിടെ നിന്ന് തെറ്റിദ്ധാര കളിക്കും. കിട്ടത്തില്ല. ഇവിടെ തേറ്റുള്ള അടുത്തില്ലേ? കിട്ടി. ഉണ്ടായിട്ടി ഇനി ഒന്നിനു വേണ്ടി ഞാൻ അപേക്ഷിക്കണം. അവൾ കയറ്റിയാലും ഞാൻ ഒന്നും കിട്ടാതെ തുടങ്ങി. അതാണ് സംഭവിക്കുന്നത്. ആ ഒന്നും എനിക്ക് കിട്ടിയത് ആവശ്യമില്ലാതെ ആറൊക്കെ കിട്ടുന്നുണ്ട്. അവളെല്ലാത്തിനും എന്നിട്ട് ഡയലോഗ് അടിക്കും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്നും കിട്ടാതെ തോക്കുന്നത്? ഞാൻ തോറ്റില്ലേ? ഞാൻ തോറ്റ്. എനിക്കതറിയായിരുന്നു. ഞാൻ എല്ലാ കളിയിലും ഇങ്ങനെ ഒന്നും കിട്ടാതെ ഞാൻ അവിടെ വന്ന് തോക്കും. നിങ്ങൾക്ക് അറിയില്ല. നീ പറയല്ലേ ഇത് ശരിയാണോ? ഇത് ശരിയല്ല. ഇത് പോണ മനസ്സിലായി.
എന്തും പറയുന്നില്ല അത് നന്നായിട്ട് കണ്ടു. ജർമ്മനിലാണ് കിടക്കുന്നത്. എനിക്ക് ജർമ്മൻ അറിയാമോ? ഞാൻ ജയിച്ചാണ്, ഇത് തോറ്റാണ്. തോറ്റത്. അങ്ങനെ ഞങ്ങളുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ താഴെ കൂട്ടാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ സിത്താരയ്ക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ് ഗൈസ്. ഇനി എന്ന് കാണാൻ പറ്റുമെന്നറിയില്ല, എന്നാലും എന്നേലൊക്കെ കാണാം. അപ്പോൾ ഞാൻ പോവാണ് ഗൈസ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ് ഞാൻ നടന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ മുകളിലാണ് ഗൈസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു ദിവസം വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.